ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 7-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പൗരോഹിത്യം മൽക്കീസേദേക്കിൻ്റെ പൗരോഹിത്യവുമായി ബന്ധപ്പെടുത്തി ക്രിസ്തു നിത്യനായ മഹാപുരോഹിതനാണ് എന്ന് വളരെ വിശദമായി ആ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ഇവിടെ 8-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യഥാർത്ഥ ആലയത്തിലെ പ്രധാന ആചാര്യനാണ് നിത്യപുരോഹിതനായ ക്രിസ്തു എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് തേജോമയനായിരിക്കുന്ന മനുഷ്യരുടെ മധ്യസ്ഥനായി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിലകൊള്ളുന്ന രാജകീയ പ്രഭാവത്തോടുകൂടിയിരിക്കുന്ന ക്രിസ്തു തമ്പുരാൻ നിത്യപുരോഹിതൻ എന്ന് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെ സകല മഹത്വത്തിലും അധികാരത്തിലും അവരോധിതനായിരിക്കുന്ന ക്രിസ്തു തമ്പുരാൻ അവിടുന്ന് രാജാവായി അവരോധിക്കപ്പെട്ടു എങ്കിലും ആ നിത്യമായ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഈ വേദവാക്യത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് നാം കടക്കുമ്പോൾ ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിക്കുവാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിക്കുവാൻ ഇവനും എന്തെങ്കിലും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകുമായിരുന്നില്ല. എന്തെന്നാൽ ന്യായപ്രമാണമനുസരിച്ച് വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ, ഭൂമിയിലുണ്ടല്ലോ. അപ്പോൾ ന്യായപ്രമാണമനുസരിച്ച് വഴിപാട് അർപ്പിക്കുന്ന പുരോഹിതന്മാർ ഭൂമിയിലുണ്ട്. എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല. ന്യായപ്രമാണത്തിന് അപ്പുറമായി നിത്യജീവൻ്റെ ബലിയർപ്പകനായി ക്രിസ്തു തമ്പുരാൻ നിത്യപുരോഹിതൻ തൻ്റെ ശുശ്രൂഷ പിതാവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് രാജാവായി അവരോധിതനായിരിക്കുമ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ വ്യക്തമായി പറയുന്നത്, മോശ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ഭൂമിയിൽ ഒരു കൂടാരമുണ്ടാക്കി. അത് സ്വർഗീയമായ, നിലവിലുണ്ടായിരുന്ന സ്വർഗീയമായ ഒരു കൂടാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഭൂമിയിൽ മോശ കൂടാരമുണ്ടാക്കിയത്. അപ്പോൾ സ്വർഗീയമായ ഒരു കൂടാരമുണ്ടായിരുന്നു. ആ സ്വർഗീയമായ കൂടാരത്തെപ്പറ്റി പറയുന്നത് ഇവിടെ ഇപ്രകാരമാണ്. 5-ാമത്തെ വാക്യം, കൂടാരം തീർക്കുവാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ സകലതും ചെയ്യുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയമായതിന് ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. സ്വർഗീയമായ ഒരു കൂടാരമുണ്ട്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ ഭൗമികമായ കൂടാരം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു കൂടാരം, ഭവനം പിതാവാൻ ദൈവം എനിക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന്. മോശ കൂടാരം അടിച്ചത് സ്വർഗീയമായ കൂടാരത്തിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ്. അപ്പോൾ സ്വർഗീയമായ ഒരു കൂടാരമുണ്ട്. ആ ദൃഷ്ടാന്തത്തിൽ ദൈവം പറഞ്ഞതുപോലെ ഭൂമിയിൽ മോശ ഒരു കൂടാരമുണ്ടാക്കി.
ആ സ്വർഗീയ കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തേക്കാണ് ക്രിസ്തു തമ്പുരാൻ നിത്യപുരോഹിതൻ കടന്നിരിക്കുന്നത്. മോശ കൂടാരമുണ്ടാക്കിയത് ഭൂമിയിലാണ്. ഭൂമിയിൽ കൂടാരമുണ്ടായിരുന്നപ്പോൾ സ്വർഗത്തിലെ കൂടാരത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടിരുന്നു. ആ വാതിൽ തുറന്നതും ആ സ്വർഗീയമായ കൂടാരത്തിലേക്ക് പ്രവേശിച്ചതും നിത്യമായ പുരോഹിതനായ ക്രിസ്തു തമ്പുരാനാണ്. ക്രിസ്തു തൻ്റെ പൗരോഹിത്യ ദൗത്യം ഭൗമിക കൂടാരത്തിൽ വെച്ച് നിർവഹിച്ചില്ല. ഇവിടെ അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, അവൻ ഭൂമിയിലായിരുന്നു എങ്കിൽ പുരോഹിതനാകുമായിരുന്നില്ല. എന്തെന്നാൽ ന്യായപ്രമാണമനുസരിച്ച് വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ അതിവിശിഷ്ടമായ ശുശ്രൂഷ ഭൗമികമായ ഉടമ്പടി പ്രകാരമല്ലായിരുന്നു. അത് സ്വർഗോന്നതങ്ങളിലെ ശുശ്രൂഷയാണ്. പഴയ നിയമ ഉടമ്പടി പ്രകാരം അല്ല യേശുതമ്പുരാൻ്റെ ശുശ്രൂഷ. അത് പുതിയ നിയമ ഉടമ്പടിയാണ്. കർത്താവ് തമ്പുരാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഇത് പുതിയ നിയമത്തിൻ്റേതായ ഉടമ്പടിയുടെ രഹസ്യമാകുന്നു. ഈ അപ്പവീഞ്ഞുകൾ എടുത്തു വാഴ്ത്തി, ഇത് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയാകുന്നു, പഴയ നിയമത്തിൻ്റെ ഉടമ്പടിയല്ല. ആ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ് ക്രിസ്തു തമ്പുരാൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. കാരണം പഴയ ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടി പൂർണ്ണമല്ലായിരുന്നു. അതുകൊണ്ടാണ് പുതിയത് ആവശ്യമായി വന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റേത് അതിവിശിഷ്ടമായ ശുശ്രൂഷയാണ്. 7-ാം വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ആ ഉടമ്പടി വളരെ ശ്രേഷ്ഠമായിരുന്നു എന്ന് 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകന്മാരിലൂടെ പിതാവാം ദൈവം വാഗ്ദാനം നൽകിയ പുതിയ ഉടമ്പടിയാണ് ക്രിസ്തു ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഉടമ്പടിയെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മെ ഓർമ്മിപ്പിക്കുന്ന യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് ഒരു ഉടമ്പടി ചെയ്തു, ഇസ്രായേൽ മക്കളോട് ഒരു ഉടമ്പടി ചെയ്തു. അത് സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്തത് ദൈവമാണ്. ആ ഉടമ്പടി ദൈവം തമ്പുരാൻ നിറവേറ്റിയത് ആടിൻ്റെ രക്തം തളിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ആ യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഞങ്ങൾ നടക്കും, ആ ഉടമ്പടി പ്രകാരം ഞങ്ങൾ നടക്കും. പക്ഷേ അവർ ഉടമ്പടി എടുത്തു എങ്കിലും ഉടമ്പടി പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. അവരുടെ പൂർവ്വകാല ചരിത്രം, ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ദൈവം അവരോട് ചെയ്ത ഉടമ്പടികളും കൽപ്പനകളും, അവർ ഉടമ്പടിയിലേക്ക് വന്നവരാണെങ്കിലും പിന്നീട് ആ ഉടമ്പടിയെ പാലിക്കുവാൻ കഴിയാതെ വീണുപോകുന്നവരായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ പുതിയ ഒരു ഉടമ്പടി ഉണ്ടായി, പുതിയ നിയമത്തിൻ്റെതായ ഉടമ്പടി. അത് മനുഷ്യ ഹൃദയത്തിൽ സ്ഥാപിക്കുന്ന ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി. കല്ലിന്മേൽ കുത്തിവെച്ച നിയമങ്ങളല്ല, കല്ലിന്മേൽ കൊത്തിവെച്ച ഉടമ്പടിയല്ല, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി വെച്ചതായ ജീവൻ്റെ ഉടമ്പടിയാണ്. അത് പുതിയ നിയമമാകുന്ന ഉടമ്പടി. കർത്താവ് സഹിയോൻ മാളികയിൽ ഈ അന്ത്യ അത്താഴത്തിൽ ആ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അത് മനുഷ്യ ഹൃദയത്തിലാണ് എഴുതിയത് എന്ന് 10-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നത്, ഈ കാലത്തിന് ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന ഉടമ്പടി ഇതാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കും, അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. അപ്പോൾ പുതിയ നിയമം, ആ ഉടമ്പടി മനുഷ്യൻ്റെ ഹൃദയങ്ങളിലാണ് എഴുതിയത്. അത് ബാഹ്യമായ ചട്ടങ്ങളും പ്രമാണങ്ങളുമല്ല.
ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഹൃദയത്തിൽ എഴുതി സൂക്ഷിക്കുന്നവൻ, അത് ദൈവവും മനുഷ്യനുമായുള്ള യഥാർത്ഥമായ ബന്ധം സ്ഥാപിക്കുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് തമ്പുരാൻ പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അവൻ വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. പാപത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് ബോധം വരുത്തും. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അവൻ്റെ ഉപദേഷ്ടാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മാത്രമല്ല, ആ പുതിയ നിയമ ഉടമ്പടി എന്ന് പറയുന്നത് അനുതപിക്കുന്നവർക്കും ക്ഷമയും മോചനവും നൽകുന്നതാണ്. 8:12 ഞാൻ അവരുടെ അകൃത്യങ്ങളിൽ കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല. ആ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്, ഞാൻ ഇനി അവരുടെ അകൃത്യങ്ങളിൽ കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയുമില്ല. ഈ ഉടമ്പടി പുതിയത് എന്ന് പറയുമ്പോൾ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതായും ജീർണിക്കുന്നതുമെല്ലാം വേഗം നീങ്ങിപ്പോകും. പഴയതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകും വേഗം. പഴയ ഉടമ്പടി. എന്നാൽ ഇത് ക്രിസ്തു തമ്പുരാനിലൂടെ നമുക്ക് ലഭിച്ച പുതിയ ഉടമ്പടിയാണ്. അത് കല്ലിന്മേൽ കൊത്തിയ ഉടമ്പടിയല്ല, അത് ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിയതാണ്. ദൈവവുമായുള്ള യഥാർത്ഥമായ ബന്ധം പുനഃസ്ഥാപിക്കുന്ന അനുഭവമാണ്. ആ അനുഭവമെന്ന് പറയുന്നത് ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കരുണയുമാണ്. അവൻ കരുണയും കൃപയും നിറഞ്ഞവനാണ്. അവൻ നമ്മളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവനാണ്, നമ്മളുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. അങ്ങനെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു, പുതിയ സൃഷ്ടിയെക്കുറിച്ചാണ്. പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. അവൻ ക്രിസ്തുവിൽ ആയിത്തീർന്നിരിക്കുന്നു. പുതിയ ഉടമ്പടിയിലൂടെ അവൻ്റെ തിരുശരീരക്തങ്ങളെ അനുഭവിച്ച് പുതിയ ഉടമ്പടിയുടെ മക്കളായി അവൻ നമ്മളെ തീർത്തിരിക്കുന്നു. 8-ാമത്തെ അധ്യായത്തിൽ ഇവിടെ പുതിയ ഉടമ്പടി സ്ഥാപിതമാകുന്നതിനെക്കുറിച്ചാണ് വ്യാഖ്യാനിച്ചത്. എന്നാൽ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നടക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ ഉടമ്പടിയുടെ അല്ലെങ്കിൽ പഴയ നിയമ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ഭൗമികമായ ആരാധന, അതിൻ്റെ പഠനമാണ്. ഭൗമികമായി ആരാധന നടക്കുന്ന സാക്ഷ്യകൂടാരം, അതിലെ ഉപകരണങ്ങൾ, അതിലെ സംവിധാനങ്ങൾ എന്നിവ വിവരിക്കുന്നുണ്ട്. അവിടെ പ്രധാന ആചാര്യൻ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. അതിൻ്റെ താൽക്കാലികമായ സ്വഭാവത്തെക്കുറിച്ചുമാണ് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ 10 മുതലുള്ള വേദവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മഹാപുരോഹിതനായ ക്രിസ്തു സ്വർഗീയ മന്ദിരത്തിൽ സ്വന്തം രക്തം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബലിയർപ്പണത്തെക്കുറിച്ചും ആ ബലിയർപ്പണം മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനും കടങ്ങളുടെ മോചനത്തിനും രക്ഷയ്ക്കും പര്യാപ്തമായി തീരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് 11 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ 15 മുതൽ 28 വരെ നമ്മൾ വായിക്കുമ്പോൾ ആ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി, ക്രിസ്തുവിൻ്റെ പരമയാഗം, ദൈവം നൽകിയ സകല വാഗ്ദാനങ്ങളും നിറവേറ്റുന്നതാണ് എന്നും നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സമാഗമന കൂടാരത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത സമാഗമന കൂടാരത്തിൻ്റെ ഘടനയും
പ്രത്യേകതകളെയും കുറിച്ചാണ് 1 മുതലുള്ള വാക്യങ്ങളിൽ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്രായേല്യരുടെ ആരാധന, അവരുടെ വഴിപാടുകൾ ഒക്കെ ഇവിടെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 12 അധ്യായങ്ങളിലായിട്ട് സമാഗമന കൂടാരത്തിൻ്റെ രൂപവും സംവിധാനങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങൾ ഒക്കെ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 4-5 വാക്യങ്ങൾ അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം തുടങ്ങി 6-ാം അധ്യായം വരുമ്പോൾ ഇങ്ങനെയെല്ലാം ഒരുക്കിയ ശേഷം പുരോഹിതന്മാർ നിത്യം കൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഭൗമികമായ കൂടാരത്തിൽ പുരോഹിതന്മാർ ചെയ്തു വന്നതായ അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, ഭൗമികമായ ആരാധനയെക്കുറിച്ച് ഇവിടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പിന്നീട് പറയുന്നു അത് ഫലശൂന്യമായിരുന്നു, ഫലശൂന്യമായ അർപ്പണങ്ങളായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. 8-ാം വാക്യം, 1-ാമത്തെ കൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആരാധകർ അർപ്പിക്കുന്ന വഴിപാടുകളും യാഗങ്ങളും അവൻ്റെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കുവാൻ പര്യാപ്തമല്ല എന്നതിന് ഈ കാലത്തേക്കുള്ള ഒരു ദൃഷ്ടാന്തമാണിത് എന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യ ഉടമ്പടിക്ക് ആരാധനാ വിധികളും വിശുദ്ധ സ്ഥലവുമുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടി പ്രകാരം ക്രിസ്തുവിൻ്റെ രക്തത്താൽ ആണ് ബലിയർപ്പിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ രക്തം, അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. കാൽവറി ക്രൂശിൽ അവൻ്റെ തിരുവിലാവിൽ നിന്നും ഒഴുകിയതായ രക്തവും വെള്ളവും എൻ്റെ സർവ്വ പാപങ്ങളെയും കഴുകി ശുദ്ധീകരിച്ചതാകുന്നു. പാട്ടുകാരൻ പാടുന്നുണ്ട്, കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. അറുക്കപ്പെട്ട കുഞ്ഞാടായ മശിഹ തമ്പുരാൻ സ്വർഗാദി സ്വർഗത്തിൽ നിത്യമായ കൂടാരത്തിൽ നിത്യ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ തൻ്റെ രക്തം തളിച്ചുകൊണ്ട് നിർവഹിക്കുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. 9-ാമത്തെ അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്ന് കൈപ്പണിയല്ലാത്ത, അതായത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത മഹനീയവും പൂർണ്ണവുമായ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നിത്യമായ വീണ്ടെടുപ്പ് സാധിച്ചു. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നിത്യമായ വീണ്ടെടുപ്പ് സാധിച്ചു. അവിടെ പറയുന്നത് നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രമാത്രം ശുദ്ധീകരിക്കും. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിർജീവ പ്രവർത്തികളിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെടുന്നു. പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ദൈവികമായ പാപപരിഹാരപ്രദമായ പരിപൂർണമായ ബലി സകല നന്മകളുടെയും പുരോഹിതനായി
ഇവിടെ ക്രിസ്തു വന്നിരിക്കുന്നു എന്നാണ് ഈ വേദഭാഗത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ബലി അനുഷ്ഠാനത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ബലിയനുഷ്ഠാനവും തമ്മിലുള്ള ചില താരതമ്യ പഠനങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു പ്രവേശിച്ച കൂടാരം മനുഷ്യനിർമ്മിതമല്ല. എന്നാൽ ലേവ്യ പുരോഹിതന്മാർ പ്രവേശിച്ച കൂടാരം മനുഷ്യനിർമ്മിതമാണ്, മോശയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്നാൽ ക്രിസ്തു പ്രവേശിച്ചതായ കൂടാരം മനുഷ്യനിർമ്മിതമല്ല. മോശ കൂടാരമുണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ, സ്വർഗത്തിലെ കൂടാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് മോശ കൂടാരമുണ്ടാക്കിയത്. അപ്പോൾ ആ കൂടാരത്തിന് മുൻപുണ്ടായിരുന്ന യഥാർത്ഥമായ കൂടാരത്തിലാണ് ക്രിസ്തു തമ്പുരാൻ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്. രണ്ടാമതായിട്ട് ലേവ്യ പുരോഹിതന്മാർ ബലിയനുഷ്ഠിച്ചത് മൃഗങ്ങളുടെ രക്തം കൊണ്ടാണ്. എന്നാൽ നിത്യപുരോഹിതനായ ക്രിസ്തു ബലിയർപ്പിച്ചത് സ്വന്തം രക്തം കൊണ്ടാണ്, മൃഗത്തിൻ്റെ രക്തമല്ല. പഴയ നിയമ പൗരോഹിത്യം, ആ ബലിയനുഷ്ഠാനം വർഷം തോറും ആവർത്തിക്കുന്നതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ബലിയനുഷ്ഠാനം ഒരിക്കലായിട്ട് നിർവഹിക്കപ്പെട്ടതാണ്, അത് നിത്യമായി നിലനിൽക്കുന്നതാണ്. നാലാമതായിട്ട് കർമ്മങ്ങൾ മൂലം സംഭവിക്കുന്ന അശുദ്ധിക്കും ലംഘനങ്ങൾക്കും മോചനം നൽകുവാൻ മാത്രമേ പഴയ നിയമത്തിലെ ബലികൾക്കും അനുഷ്ഠാനങ്ങൾക്കും സാധ്യമായിരുന്നുള്ളൂ. കർമ്മങ്ങളിലൂടെ ഉണ്ടാകുന്ന അശുദ്ധിക്കും അതുപോലെ തന്നെ ലംഘനങ്ങൾക്കുമാണ് പഴയ നിയമ ബലിയനുഷ്ഠാനങ്ങൾ മോചനം നൽകിയിരുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണമെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം വരുത്തുന്നതാണ്. സകല പാപത്തിൽ നിന്നും, സർവ പാപങ്ങളിൽ നിന്നും മോചനം നൽകുന്നതാണ് ക്രിസ്തുവിൻ്റെ ഒരിക്കലായിട്ടുള്ള സ്വന്തം രക്തം ചൊരിഞ്ഞുള്ള ബലിയർപ്പണം. അത് സ്വന്തം രക്തത്തിലൂടെ നമുക്ക് നൽകിയതായ രക്ഷയാണ്. 12-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നിത്യമായ വീണ്ടെടുപ്പ് സ്ഥാപിച്ചു എന്നാണ് ക്രിസ്തുവിൻ്റെ ബലിയനുഷ്ഠാനത്തെക്കുറിച്ച് പറയുന്നത്. സ്വന്തം രക്തത്തിലൂടെ സ്ഥാപിച്ചതായ ബലിയനുഷ്ഠാനം. ഈ ബലിയനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത്. ഇനി ആ വീണ്ടെടുപ്പിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് അങ്ങനെ ഒരിക്കലായിട്ട് തൻ്റെ രക്തം കൊണ്ട് സാധിച്ചെടുത്തതായ വീണ്ടെടുപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമുക്കിനി പഠിക്കുവാനായിട്ടുള്ളത്. അത് അടുത്ത പഠന ക്ലാസ്സുകളിൽ നമുക്ക് തുടരുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ആ നിത്യമായ പൗരോഹിത്യം, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, ആ സ്വർഗീയമായ ബലിയനുഷ്ഠാനത്തെക്കുറിച്ച്, സ്വർഗീയമായ ആ ബലിയനുഷ്ഠാനത്തിലൂടെ തൻ്റെ രക്തം തന്നെ ചിന്തി നമ്മെ വീണ്ടെടുത്ത ആ സ്വർഗീയമായ വീണ്ടെടുപ്പിനെക്കുറിച്ച് ആണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിച്ചത്. ആ സ്വർഗീയമായി വീണ്ടെടുത്ത കർത്താവ് എന്നെയും നിങ്ങളെയും തൻ്റെ രക്തത്താൽ അവൻ വീണ്ടെടുത്തിരിക്കുന്നു. ആ സ്വർഗീയമായ മുദ്രയാണ് ക്രിസ്തു തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ മുദ്ര മാഞ്ഞു പോകാതെ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ മക്കളാണ് കർത്താവിൻ്റെ ക്രൂശിൻ്റെ മരണത്താൽ എന്നെയും നിങ്ങളെയും അവൻ വീണ്ടെടുത്തിരിക്കുന്നത്. തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധ്യത്തോടു കൂടെ അവനെ പിൻപറ്റുവാൻ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ ക്രിസ്തു തമ്പുരാൻ എൻ്റെ ദൈവം എന്ന് ഉറച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ക്രിസ്തീയ ജീവിതത്തിലൂടെ ദൈവമേ ഞങ്ങളെ എന്നും പ്രാപ്തരാക്കണമേ, അവിടെ നിന്ന് വഴുതിപ്പോകുവാനായിട്ട് ഞങ്ങൾക്കിടയാകരുതേ, ആ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട്
ഞങ്ങളുടെ ജീവിതത്തെ ക്രിസ്തീയമായ അനുഭവത്തിലേക്ക് വളർത്തുവാനും ധന്യമാക്കുവാനും ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.